കോഴിക്കോട് ചക്കുംകടവിൽ CPM-നെതിരെ ലഘുലേഖ കുലംകുത്തികളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും CPM-ൽ പ്രവർത്തിക്കുന്നത് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഉള്ളവരാണെന്നും പറയുന്ന ലഘുലേഖയാണ് CPM പ്രവർത്തകർ തന്നെ വിതരണം ചെയ്തത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കവും ലഘുലേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്തായാലും ഈ ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. കുലംകുത്തികളാണ് പാർട്ടിയിൽ ഉള്ളത്, പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നു, സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇത് പാർട്ടി പ്രവർത്തകർ തന്നെയാണോ ഈ ലഘുലേഖകൾ വിതരണം ചെയ്തത്? ഇത് ഒരു പ്രദേശത്ത് മാത്രമാണോ വിതരണം ചെയ്തത്? അത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ ലഘുലേഖ വിതരണം നടന്നത്? അനിൽ നമ്പ്യാർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ചക്കുംകടവിലാണ്. ഈ പ്രദേശത്താണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു ലഘുലേഖകൾ റോഡിന് ഇരുവശത്തുമായി കാണപ്പെട്ടത്. മാത്രമല്ല, ആ സമയത്താണ് ഈ ലഘുലേഖകൾ, ഇത്രയധികം കടലാസുകൾ ഈ റോഡിന് ഇരുവശത്തും കണ്ടതുകൊണ്ടാണ് അതെടുത്ത് ആളുകൾ പരിശോധിച്ചത്. അങ്ങനെ പരിശോധിച്ച സമയത്താണ് ഈ ലഘുലേഖകളിൽ കൃത്യമായി പറയുന്നത് കുലം കുത്തികളെ തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക. മാത്രമല്ല, ഈ ലഘുലേഖകൾ, ഇത്തരത്തിലുള്ള ലഘുലേഖകളായിരുന്നു ഈ പ്രദേശത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്തുള്ള വീടുകളിൽ വിതരണം ചെയ്യാനാണ് ഈ ലഘുലേഖകൾ എത്തിച്ചത് എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും തന്നെ ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ ഓരോ വീടിന് മുൻവശത്തും ഇത്തരം ലഘുലേഖകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആയതിനെ തുടർന്ന് പിന്നീട് പ്രദേശത്ത് തന്നെ CPM-ലെ ആളുകൾ എത്തി ഈ ലഘുലേഖകൾ ഈ റോഡിന് ഇരുവശത്തു നിന്നും എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിലൊന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി CPM-നുള്ളിലുള്ളവർക്ക് തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അവരെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന DYFI നേതാവായിട്ടുള്ള വിഷ്ണു പാലേരി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇക്ബാൽ, അതുപോലെ AM റഷീദ്, ഇവരൊക്കെ തന്നെ ഈ പ്രദേശത്തുള്ള പാർട്ടിയുടെ CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവരെയൊക്കെ പൊതുജനവും സഖാക്കളും തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലഘുലേഖയാണ് ഈ പ്രദേശത്തൊന്നാകെ പ്രചരിക്കുന്നത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം അടിയൊഴുക്കുകൾ ഉണ്ടാകുകയും ലഘുലേഖകൾ രൂപത്തിൽ അത് പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ്. CPM പ്രവർത്തകർ തന്നെയാണ് ഈ ലഘുലേഖ ഇത്തരത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, കോഴിക്കോട് ചക്കുംകടവിൽ CPM-നെതിരെ ലഘുലേഖ കുലംകുത്തികളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും CPM-ൽ പ്രവർത്തിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളവരാണെന്നും പറയുന്ന ലഘുലേഖയാണ് CPM പ്രവർത്തകർ തന്നെ വിതരണം ചെയ്തത്. ലഘുലേഖകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം ലഘുലേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അനഘ ഹർഷനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.